ഹായ് ഹലോ ഹൗ ആർ യു? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജയ്മോൻ സേവ്യർ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുന്നത് യേശു എന്ന നിഗൂഢ മനുഷ്യൻ എന്ന എപ്പിസോഡുമായിട്ടാണ്. യേശു എന്ന നിഗൂഢ മനുഷ്യനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ പോവുകയാണ്. ഈ യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണിത്. ഈ ചർച്ചയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എനിക്ക് ചെറിയൊരു ഹമ്പിൾ റിക്വസ്റ്റ് ഉണ്ട്. എൻ്റെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ് ദയവായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്. ഈ സൈഡിലൊരു സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. ആ ബട്ടണിൽ വിരലമർത്തിയാൽ മതി ഫ്രണ്ട്സ്, ചാനൽ സബ്സ്ക്രൈബ് ആയിക്കോളും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് യേശു എന്ന നിഗൂഢ മനുഷ്യൻ എന്ന ചർച്ചയിലേക്ക് കിടക്കാം. യേശുവിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണത്. അതിനു മുമ്പ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യുവാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുവാനുള്ള കാരണം, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഹെവൻലി വീഡിയോസ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനൽ നമ്മുടെ രാഹുൽ ഈശ്വറിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. ആ ഇൻ്റർവ്യൂവിൽ രാഹുൽ ഈശ്വറിനോട് അദ്ദേഹം ചോദിച്ച 2 ചോദ്യങ്ങളാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര വൈകൃതമായിട്ട് തോന്നി. അപ്പോൾ ഒരു ബ്ലണ്ടറായിട്ട് തോന്നി. ആ ചോദ്യങ്ങളാണ് എന്നെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ചത്. ഒന്ന്, അദ്ദേഹം ചോദിച്ച ചോദ്യം, ഇൻ്റർവ്യൂ ചെയ്യുന്ന ആൾ രാഹുലിനോട് ചോദിച്ചാണ്. ഒരു ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബൈബിൾ എന്ന പുസ്തകത്തിന് ചരിത്രം എന്താ? അതിന് ചരിത്രമുണ്ടോ? ബൈബിൾ എന്ന പുസ്തകത്തിന് ചരിത്രമുണ്ടോ? എന്താ അതിൻ്റെ ചരിത്രം? ബൈബിൾ എന്ന പുസ്തകം. അപ്പോൾ ആ പ്രയോഗം എനിക്കിഷ്ടപ്പെട്ടില്ല. ബൈബിൾ ഒരു പുസ്തകമല്ല, ബൈബിൾ ഒരു ഗ്രന്ഥമാണ്. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ ദൈവകാര്യങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. ബൈബിളും ഖുറാനും ഒക്കെ വിശുദ്ധ ഗ്രന്ഥങ്ങളാണ്. ദൈവിക കാര്യങ്ങൾ പറഞ്ഞു തരികയും ദൈവിക ഇൻഡ്യൂഷൻസും കാര്യങ്ങളൊക്കെ, പ്രവാചകന്മാരുടെ ഇൻഡ്യൂഷൻസൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് ബൈബിളും ഖുറാനും ഒക്കെ. ഒന്നത്. പിന്നെ ഈ പറയുന്ന പോലെ മഹാഭാരതം, ഭഗവത്ഗീത, രാമായണം, ഇതെല്ലാം ഇതിഹാസ ഗ്രന്ഥങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ നമ്മളിങ്ങനെയാണ് വിളിക്കാറ്. കാരണം ദൈവിക കാര്യങ്ങൾ പറയുകയും പഠിപ്പിക്കുകയും ദൈവമായിട്ട് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യവും ഉണ്ടാക്കി തരുന്നത് ഇതുപോലെയുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളും ഇതിഹാസ ഗ്രന്ഥങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളെ അങ്ങനെയാണ് വിളിക്കാറ്. അപ്പോൾ ഒന്നത്, ഞാൻ ഈ ബൈബിളിൻ്റെ ചരിത്രമാണ് അദ്ദേഹം ചോദിച്ചത്. ബൈബിളിൻ്റെ ചരിത്രം ഞാനൊരു എപ്പിസോഡ് ഫുള്ള് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ച ചോദ്യം, യേശു ഒരു ചരിത്ര പുരുഷനാണോ എന്ന് ചോദിച്ചു. യേശു ഒരു ചരിത്ര പുരുഷനാണോ എന്ന് ചോദിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ യേശുവിൻ്റെ ചരിത്രം ചെയ്യാൻ തീരുമാനിക്കാനുള്ള കാരണം അതാണ്. അപ്പോൾ യേശു ഒരു മതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. ക്രിസ്തു മതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. 195ഓളം ലോകരാഷ്ട്രങ്ങളിലെ അടിസ്ഥാന മതമായ ക്രിസ്തു മതത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ് യേശു ക്രിസ്തു. അപ്പോൾ ഞാനിത് മതത്തെ പ്രൊമോട്ട് ചെയ്യാനോ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പറയാനോ വേണ്ടിയിട്ടല്ല ഇങ്ങനെ ഒരു പ്രോഗ്രാം, ഇങ്ങനെ ഒരു ചർച്ച ചെയ്യാനുള്ള കാരണം. തിരഞ്ഞെടുക്കുന്നു, ചർച്ച ചെയ്യുന്നു, തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ യേശുവിൻ്റെ വെയറബോട്ട്സിലേക്ക് കടന്നപ്പോൾ യേശുവിൻ്റെ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇപ്പോൾ കുറച്ച് 4-5 എപ്പിസോഡ് ഞാൻ ചെയ്തു കഴിഞ്ഞു. ആ ചരിത്രം അത് തുടരുവാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് യേശു എന്ന നിഗൂഢ മനുഷ്യനിലേക്ക് നമ്മൾ വന്നത്. യേശുവിനെ കുറിച്ച് കൂടുതൽ അടുത്ത് അന്വേഷിക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ ഒരു അന്വേഷി എന്ന നിലയ്ക്ക് ജീസസിനെ കുറിച്ച് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ അല്ലെങ്കിൽ പ്രാർത്ഥനാ മുറിയിൽ ഇരിക്കുന്ന ആ ദൈവതുല്യനായ ആൾ, അങ്ങനത്തെ ഒരാളെ നമ്മൾ ആ ആളോട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കുടുംബത്തിലുള്ള ആൾക്ക്, ഫാമിലിയിലുള്ള ആൾക്കാർ പ്രാർത്ഥിക്കുന്നു. ലോകം മുഴുവനുള്ള ഈ ക്രിസ്ത്യാനികൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തി ആരാണ്? അദ്ദേഹത്തിൻ്റെ മാനുഷിക തലം എന്താണ്? ആ മനുഷ്യൻ ജീവിച്ചിരുന്ന ആളാണോ, മരിച്ചുപോയ ആളാണോ, ജീവിക്കാത്ത ആളെക്കുറിച്ച്? കാരണം ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒരു പ്രിവിലേജാണ്. അപ്പോൾ ക്രിസ്തു എന്ന് പറഞ്ഞാൽ അഭിഷിക്തൻ, മിശിഹ എന്നൊക്കെ പറയുന്ന പോലെ ഒരു പ്രിവിലേജാണ്. രക്ഷകൻ എന്നൊക്കെ പറയുന്ന പോലെ പ്രിവിലേജാണ്. അപ്പോൾ യേശുവിൻ്റെ കൂടെ ക്രിസ്തു എന്നുള്ള പേര് കൂടി വന്നപ്പോൾ ഈ യേശു ആരാണ്? യേശു എന്ന മനുഷ്യൻ ആരായിരുന്നു? അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഈസ എന്നായിരുന്നു. അപ്പോൾ അദ്ദേഹം റോമാ സാമ്രാജ്യത്തിൻ്റെ സർക്കിളിലുള്ള നസ്രയനായിരുന്നു. ഇസ്രായേലിലാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ജനിച്ചതും ജീവിച്ചതും ബത്ലഹേം, ഇസ്രായേൽ എന്ന് പറയുന്ന നസ്രയത്ത് തുടങ്ങിയ സ്ഥലങ്ങൾ നസ്രയനാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തായിരുന്നു ജനിച്ചതും ജീവിച്ചതൊക്കെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ മറ്റു ഇതിലേക്ക് ചെല്ലുമ്പോൾ, ഇപ്പോൾ മഹാത്മാഗാന്ധി, അരിസ്റ്റോട്ടിൽ, പ്ലേറ്റോ, സോക്രട്ടീസ്, അതുപോലെ തന്നെ ഇതുപോലെയുള്ള ഇപ്പോൾ സ്വാമി വിവേകാനന്ദൻ, ഇങ്ങനെയൊക്കെയുള്ള ഒരു പർട്ടിക്കുലർ പേഴ്സൺസ്, അപ്പം തത്വചിന്തകന്മാർ, അങ്ങനെയുള്ള ആളുകളെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ച് വരുമ്പോൾ അവരുടെ ലൈഫിലൊരു ഹെഡ് ആൻഡ് ടെയിലുണ്ട്. പക്ഷേ ജീസസിന് അതില്ല.
അപ്പോൾ ജീസസിനെ സംബന്ധിച്ച് ജീസസ് ഭയങ്കര ഒരു നിഗൂഢതകൾ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജനനം അതൊക്കെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അദ്ദേഹത്തിൻ്റെ ജനനം, അദ്ദേഹത്തിൻ്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടം, ഈ ഈ 12 വയസ്സിനും 30 വയസ്സിനും ഇടയ്ക്കുള്ള കാലഘട്ടം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ അപ്പം എന്നാൽ 12 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ അദ്ദേഹം വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള വ്യക്തിയായിരുന്നു. ഈ 12 ഇത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു താർക്കികനും തത്വചിന്തകനും ഒക്കെ ആയിട്ടുള്ള ഒരു കുട്ടി മിസ്സാവുന്നു, പെട്ടെന്ന് കാണാതാവുന്നു. പിന്നെ വരുന്നു 30-ാമത്തെ വയസ്സിലാണ്. ഈ 30-ാമത്തെ വയസ്സിൽ ഇദ്ദേഹം ഒരു സാമൂഹിക പരിഷ്കർത്താവ്, തത്വചിന്തകൻ എന്നൊക്കെയുള്ള ആ ഒരു പ്രായപൂർത്തിയായ ആൾ 30 വയസ്സായപ്പോൾ അദ്ദേഹം ഒരു നല്ല യുവാവായി. ആ യുവാവ് വരുന്നത് സാമൂഹിക പരിഷ്കർത്താവും തത്വചിന്തകനും അധ്യാപകൻ എന്നൊക്കെയുള്ള നിലയിലേക്കാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ആയുർവേദം, വൈദ്യം, അതുപോലെ തന്നെ അങ്ങനെ പല ഇന്ദ്രജാലം, അതീന്ദ്രിയജാലം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്വായത്തമാക്കിയിരുന്നു. ആളുകളെ ഈ പഠിച്ച കാര്യങ്ങൾ ആളുകളിലേക്ക്, മനുഷ്യരിലേക്ക് ഉപയോഗിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അതിലൂടെ അദ്ദേഹം മനുഷ്യരെ ബോധവൽക്കരിക്കാനും ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കാനും ശ്രമിച്ചു. ദൈവിക കാര്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം ഒരു ധർമ്മഗുരുവായി മാറുന്നത്, ധർമ്മഗുരു ആയിട്ട് വർത്തിക്കുന്നത്. അപ്പം ഇങ്ങനെ വരുന്ന അയാളുടെ ചരിത്രം. അപ്പം ആരാണ് ജീസസ്? അപ്പോൾ നമ്മൾ ജീസസിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ, അദ്ദേഹം കൂടുതൽ അന്വേഷിക്കുമ്പോൾ എത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ മരണത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്ന ഘടകങ്ങളാണ്. അദ്ദേഹം മരണം സ്വീകരിക്കുകയായിരുന്നു, മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. അദ്ദേഹത്തിന് അവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടാനൊക്കെ ഒരുപാട് സാഹചര്യങ്ങളും വഴികളും ഉണ്ടായിരുന്നു. മണലാരണ്യങ്ങൾ വഴിയും കടൽ മാർഗ്ഗമൊക്കെ അദ്ദേഹത്തിന് എസ്കേപ്പ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ടായിരുന്നു. അദ്ദേഹം അത് ചെയ്തില്ല. പക്ഷേ അദ്ദേഹം അവിടുത്തെ റോമാ സാമ്രാജ്യത്തിന് കീഴിലുള്ള അവരുടെ ഭരണകർത്താക്കൾക്ക് പിടികൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഈ പറയുന്ന മതപുരോഹിതന്മാരും, കയ്യഫാസ് എന്ന് പറഞ്ഞ മതപുരോഹിതനാണ് ആദ്യം കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ റോമാ സാമ്രാജ്യം ഭരണകർത്താക്കൾ അദ്ദേഹത്തെ പിടികൂടി വധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് നിഗൂഢതകളിലൂടെ, അപ്പോൾ ഒരു യുഗാന്തം ലക്ഷ്യം കണ്ടിട്ട് അദ്ദേഹത്തിന് അത് നിറവേറ്റാൻ പറ്റിയില്ല. അങ്ങനെയാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം അദ്ദേഹം ആ സ്വപ്നം സാക്ഷാത്കരിച്ചു. അപ്പോൾ ഇന്നും അദ്ദേഹം ക്രിസ്ത്യാനികളുടെ ഇടയിൽ അദ്ദേഹമുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിൽ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അദ്ദേഹത്തെ അന്വേഷിച്ചറിഞ്ഞിട്ടുള്ള ലോകത്തിലെ വിവരമുള്ള ആൾക്കാർക്ക്, തത്വജ്ഞാനികൾ, ഇതൊക്കെ ഉള്ളിൽ ജീസസ് എന്ന് പറഞ്ഞ വ്യക്തിയുടെ പേഴ്സണാലിറ്റി പതിച്ചു കഴിഞ്ഞു. ആ പേഴ്സണാലിറ്റി എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ട്. മഹാത്മാഗാന്ധി അടക്കമുള്ള ലെജൻഡുകൾ, അല്ലെങ്കിൽ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി അടക്കം. അപ്പോൾ അതിനുള്ള കാരണം അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയാണ്. അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുമ്പോൾ അദ്ദേഹം അദ്ദേഹം ഒരു ആത്മീയ ഗുരു എന്ന നിലയിൽ അദ്ദേഹം മാനുഷിക തലത്തിലും, അല്ലെങ്കിൽ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജനിച്ച അദ്ദേഹം മാനുഷിക തലത്തിലും പ്രവാചക തലത്തിലും ദൈവിക തലത്തിലുമൊക്കെ സഞ്ചരിച്ചിരുന്നു. മതപരമായ കാര്യങ്ങൾ, മതപരമായ കാര്യങ്ങളും പ്രാർത്ഥനകളൊക്കെ അദ്ദേഹം മനുഷ്യരെ പഠിപ്പിക്കുന്നു. അത് മതപുരോഹിതന്മാർക്ക് അദ്ദേഹത്തോട് ശത്രുത ഉണ്ടാവാനുള്ള കാരണം അതാണ്. അപ്പോൾ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനല്ല. അപ്പോൾ ഈ ദൈവത്തെക്കുറിച്ച് അറിയില്ലാത്ത ആളുകളെ ആളുകളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളിൽ തന്നെ ദൈവമുണ്ട്, നിങ്ങളുടെ ദൈവത്തെ നിങ്ങൾ കണ്ടെത്തണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. അപ്പോൾ അവർക്ക് അതിന് മനുഷ്യന് ദൈവമായിട്ട് ഒരുപാട് ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് എത്താൻ പറ്റിയില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതിനൊക്കെ കുറേ കാരണങ്ങളുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്നെയാണ് ദൈവം, എന്നിലേക്ക് നോക്കൂ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ പിതാവിലും പിതാവ് എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കുന്നു. നിങ്ങൾ എന്നിൽ വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ പറ്റും, ദൈവത്തെ അറിയാൻ പറ്റും. കാണാൻ പറ്റുന്നില്ല, ദൈവത്തെ അറിയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് വന്നൊരു വ്യക്തി. പിന്നെ നമ്മൾ ജീസസിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് അദ്ദേഹം എന്ന ജീവിതത്തിൽ ഒറ്റയ്ക്കായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ വേറൊരു നിഗൂഢത. അദ്ദേഹം ആരും അദ്ദേഹത്തിനോടൊപ്പം കൂടുതലായി നിലകൊണ്ടിട്ടില്ല. കാരണം ഈ 12 ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ 12 ശിഷ്യന്മാരും അദ്ദേഹം പിടിക്കപ്പെടും, കൊല്ലപ്പെടും എന്ന് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് ഓടി ഒളിച്ചു. അവിടുന്ന് അവർ എസ്കേപ്പ് ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയി. പിന്നെ ഒരു ശിഷ്യൻ, പത്രോസ് എന്ന് പറഞ്ഞ ശിഷ്യൻ, തള്ളിപ്പറഞ്ഞു. അപ്പോൾ യേശുവിനെ പിടിക്കാൻ വേണ്ടി റോമൻ പടയാളികൾ വന്നപ്പോൾ അവർ ജൂതന്മാരായ പടയാളികൾ വരുമ്പോൾ ആരാണ് യേശു ക്രിസ്തു എന്ന് ചോദിച്ചപ്പോൾ ജീസസ് പറഞ്ഞു, നിങ്ങൾ ആദ്യം പറഞ്ഞു, ഈ പത്രോസ് പറഞ്ഞു എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പം യേശുവിനെ അറിയുമെന്ന് ചോദിച്ചു, എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പം ജീസസ് പറഞ്ഞു, നിങ്ങൾ അന്വേഷിക്കുന്ന യേശു ക്രിസ്തു ഞാനാണ്. ഈസ ഞാനാണ് എന്ന് പറഞ്ഞു. അത് അവരുടെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു. കാരണം അദ്ദേഹം ഒരു റിബലായിരുന്നു, അദ്ദേഹത്തിന് ഒരു വിമതനായിരുന്നു, അദ്ദേഹത്തിന് ഇവരൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല.
അപ്പം മരണം ഒരു പ്രശ്നമായിരുന്നില്ല. ആ മരണം പുള്ളിക്ക് അവിടെ അനിവാര്യമാണെന്ന് അദ്ദേഹം തോന്നിയുകൊണ്ട് അദ്ദേഹം അവർക്ക് കീഴടങ്ങുകയായിരുന്നു. അപ്പോൾ അതാണ് ഉണ്ടായ സംഭവം. ആ യുഗാന്തത്തിൻ്റെ ലക്ഷ്യമായിരുന്നു അത്. കറുത്ത യുഗത്തിൽ നിന്നും ഒരു പ്രഭാപൂരിതമായൊരു നല്ല യുഗത്തിലേക്ക് മനുഷ്യരെ കൊണ്ടുവരാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അതുപോലെ തന്നെ ഈ മിസ്റ്ററി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലം എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല. ബാക്കി യേശുവിൻ്റെ എല്ലാ ഡീറ്റെയിൽസും ബൈബിളിൽ കൃത്യമായിട്ട് 4 അപ്പസ്തോലന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള കാലഘട്ടം രേഖപ്പെടുത്തിയിട്ടില്ല. അതൊരു മിസ്റ്ററി ആയിട്ട് ഇന്നും നിലനിൽക്കുകയാണ്. അപ്പോൾ അത് വേണമെങ്കിൽ ഫാബ്രിക്കേറ്റ് ചെയ്യായിരുന്നു. പക്ഷേ ഫാബ്രിക്കേറ്റും ചെയ്തിട്ടില്ല. പല ഗ്രന്ഥങ്ങളിലും കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. നമ്മുടേതായ അല്ലെങ്കിൽ ഓരോരുത്തരുടെ ഇൻഡ്യൂഷണൽ അറിവിലും അന്വേഷണത്തിലും വെച്ച് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അപ്പം പിന്നെ ഏറ്റവും വലിയൊരു സംഭവം അദ്ദേഹത്തിൻ്റെ 12 ശിഷ്യന്മാർക്ക് അദ്ദേഹത്തോടുണ്ടായിരുന്ന ബന്ധം അപാരമായിരുന്നു. അപ്പോൾ പക്ഷേ ഈ 12 ശിഷ്യന്മാരിൽ ഒരാളായ പത്രോസ് തള്ളി പറഞ്ഞു. മറ്റൊരു ശിഷ്യൻ അദ്ദേഹത്തെ യൂദാസ് കറിയോത്ത എന്ന് പറയുന്ന ശിഷ്യൻ അദ്ദേഹത്തെ 30 വെള്ളി നാണയത്തിന് പടയാളികൾക്ക് ഒറ്റിക്കൊടുക്കുകയായിരുന്നു. റോമൻ പടയാളികൾക്ക് ഒറ്റിക്കൊടുക്കുകയായിരുന്നു. യഹൂദ പടയാളികൾക്ക് ഒറ്റിക്കൊടുക്കുകയായിരുന്നു. അപ്പം അവിടെയും ജീസസ് ആ ഒരു ശിഷ്യനാലും അദ്ദേഹം ഒറ്റപ്പെട്ടു. അപ്പോൾ അയാളും അദ്ദേഹത്തെ കൈവിട്ടു. അവസാനം ആരും യേശുവിനൊപ്പം ഉണ്ടായിരുന്നില്ല. അവസാനം വിചാരണയ്ക്ക് പിടികൂടി കൊല ചെയ്യാൻ വേണ്ടിയിട്ട്, കുരിശിൽ തറച്ച് കൊല്ലുവാൻ വേണ്ടിയിട്ട് വിചാരണയ്ക്ക് കൊണ്ടുവന്ന സമയത്ത് അവിടെ കൂടിയിരുന്ന പുരുഷാരം അദ്ദേഹം ചികിത്സിച്ച് അദ്ദേഹത്തിന് വൈദ്യവും ആയുർവേദമൊക്കെ അറിയായിരുന്നു, യോഗ. അപ്പോൾ അദ്ദേഹം രോഗചികിത്സ നടത്തിയവരും ഭക്ഷണത്തിന് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആൾക്കാരും അങ്ങനെ പല രീതിയിൽ അദ്ദേഹം സഹായിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്. അവരാരും അവിടെ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായില്ല. അപ്പോൾ അവരോട് ചോദിച്ചു, അവിടെ ഈ ഒരാളെ ആരെങ്കിലും കുരിശിൽ തറയ്ക്കാൻ പറ്റുള്ളൂ? ആ 2 പേരെ ഒരുമിച്ച് വിചാരണ ചെയ്യുമ്പോൾ ഒരാൾ വെറുതെ വിടും. ആ വിചാരണയുടെ ഇടയിൽ വലിയ കള്ളനായ ബറാബാസിനെയും യേശുവിനെയും ഒരേ സീസായെയും ഒരു സമയത്താണ് വിചാരണ ചെയ്യുന്നത്. അപ്പം വിചാരണ ചെയ്തപ്പോൾ അതിൽ ഒരാളെ ഫ്രീ ആക്കും. അപ്പോൾ അവരോട് ചോദിച്ചു, അവിടെ കൂടിയ പുരുഷാരത്തോട് ചോദിച്ചു, ഈ പറയുന്ന ആളുകളൊക്കെ അവിടെയുണ്ട്, യേശുവിനെ അറിയാവുന്ന, യേശുവിൻ്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ള, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുള്ള ആൾക്കാർ, യേശുവിൻ്റെ സഹായങ്ങൾ സ്വീകരിച്ചിട്ടുള്ള ആൾക്കാരും എല്ലാം അവിടെയുണ്ട്. അവിടെ അതിനിടയിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒക്കെ ഉണ്ട്. അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട, യേശുവിനെ ക്രൂശിക്കുക, ഞങ്ങൾക്ക് ബറാബാസിനെ മതി എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും ഒരു കള്ളനെ മതിയെന്ന് പറഞ്ഞു, യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു. ഒരു ധർമ്മഗുരുവിനെ, ഒരു ആത്മീയ ആചാര്യനെ അവിടെ അവരും തള്ളി പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മനുഷ്യന് വേണ്ടിയാണ് അദ്ദേഹം ജീവിച്ചത്. അവിടെയും യേശു ഒറ്റപ്പെട്ടു, അങ്ങനെ പിടിക്കപ്പെട്ടു. അവസാനം അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ചു, കുരിശുമരണം ശിക്ഷ വിധിച്ചു. അങ്ങനെ അദ്ദേഹത്തെ കുരിശിൽ തറച്ച് കൊന്നു. അങ്ങനെ ഏകനായി പതിയെ അദ്ദേഹം മരണത്തിലേക്ക് പോയി. അവിടുന്ന് അദ്ദേഹം ഉയർത്തെഴുന്നേറ്റു എന്ന് വെച്ചാൽ ആത്മാവിന് മരണമില്ല, ശരീരത്തിനേ മരണമുള്ളൂ. ശരീരത്തിനെ അവർക്ക് നശിപ്പിക്കാൻ പറ്റുള്ളൂ, ആത്മാവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം വളരെ മിറാക്കിൾ നടത്തിക്കൊണ്ട് അദ്ദേഹം അവിടുന്ന് വേക്കപ്പ് ചെയ്തു. അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഒരു മിസ്റ്ററി മാൻ. ജീവിതം മുഴുവൻ അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ വളരെ നിഗൂഢതകൾ നിറഞ്ഞ അത് എത്തി നിൽക്കുന്നത് ആരായിരുന്നു ജീസസ്, ആരായിരുന്നു യേശു ക്രിസ്തു എന്ന് അന്വേഷിക്കുന്നിടത്താണ്. അദ്ദേഹം ദൈവപുത്രനായിരുന്നു, ദൈവമായിരുന്നു എന്നുള്ളത് അദ്ദേഹത്തിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ, സാധാരണ മനുഷ്യനായിരുന്നില്ല, അതാണല്ലോ അദ്ദേഹത്തിന് ഇന്ന് ദൈവിക പരിവേഷം കിട്ടിയിട്ടുള്ളത്. കൂടുതൽ അടുക്കുമ്പോൾ അദ്ദേഹം ദൈവിക പരിവേഷമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ദൈവമായിരുന്നു എന്നുള്ളൊരവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് സോക്രട്ടീസോ പ്ലേറ്റോയോ അരിസ്റ്റോട്ടിലോ കാരൽ മാർക്സോ ഇങ്ങനെയുള്ള വ്യക്തികളായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യേശുവിനെ ചരിത്രത്താളുകളിൽ അവരൊരിക്കലും രേഖപ്പെടുത്തുകയില്ല. ജൂതന്മാരും റോമാക്കാരും ഒന്നും രേഖപ്പെടുത്തില്ല. കാരണം അവർ വെൽ പ്ലാൻഡായിട്ട് ആസൂത്രണം ചെയ്ത് ഗൂഢാലോചന നടത്തി പിടികൂടി വധിച്ചു കുരിശിൽ തറച്ച് കൊന്ന ആളെ അവർ രേഖപ്പെടുത്തും. ഒരിക്കലും രേഖപ്പെടുത്തില്ല. അതാണ് യേശു, അതാണ് ഈസ. അപ്പോൾ ഈസയുടെ ആത്മാവിന് മരണമില്ല. ഈസ ഇന്നും നമ്മുടെ ഇടയിൽ ജീവിക്കുന്നു. ഇത്ര നേരം എന്നെ വാച്ച് ചെയ്ത് എല്ലാവർക്കും നന്ദി, നമസ്കാരം. എൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. അടുത്ത എപ്പിസോഡുമായിട്ട്, അടുത്ത യേശുവിൻ്റെ മറ്റൊരു മുഖവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് വരും. ഓക്കെ, ഗുഡ് ബൈ.